എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ ഇപ്പൊ സാഞ്ചി പറഞ്ഞ കാര്യത്തിലും അവന്റെ സ്ത്രീകളോടുള്ള ബഹുമാനമൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവുകയാണ്. അവൾ അവനെ നോക്കി കരയാനായിട്ട് തുടങ്ങും. ഉടനെ ചുറ്റുമുള്ള അവളുടെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയെ നോക്കി കളിയാക്കും. നീ ഇമോഷനിലൂടെ ഞങ്ങളുടെ മേടത്തെ എടുക്കാൻ നോക്കുകയാണല്ലേ, അവരത്രയും പെട്ടെന്നൊന്നും നിന്റെ വലയിൽ വീടില്ല. ഇനി നിന്നെ ജീവിച്ചിരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. 77 മില്യൺ ബറീസ് ഉള്ള ട്രോഹാറ്റ് ലൂഫി ടീമിലെ മെമ്പറായിട്ടുള്ള നിന്നെ ഞങ്ങൾ ഇവിടെ വെച്ച് വെട്ടി എറിയാൻ പോവാണെന്ന് പറഞ്ഞ് അവർ ഓടി അടുക്കും. വയലറ്റിനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അവൾ ഫുൾ കലിപ്പിൽ ചാടി എഴുന്നേറ്റ് അവർക്ക് നേരെ ടേൺ ചെയ്യാണ്. അവര് ഷോക്കായിട്ട് എന്തുപറ്റി, എന്തിനാ നീ കരയണേ, നിന്റെ പവർ ഉപയോഗിച്ച് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോവാണോ? അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവളുടെ ടിയേഴ്സ് വെയിൽ പവർ ഉപയോഗിച്ച് അവർ അറ്റാക്ക് ചെയ്യാണ്. അതായത് കണ്ണീര് കൊണ്ട് വലിയൊരു വെയിലിനെ ക്രിയേറ്റ് ചെയ്ത് അത് ഫയർ ആക്കി മാറ്റി അത് വെച്ച് അവർ അറ്റാക്ക് ചെയ്യും. അവളുടെ ടീമിലുള്ള ഒരാളെ പോലും വിടാതെ അവൾ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. നിനക്ക് എന്തു പറ്റി, നീ എന്തായി ചെയ്യണേ, നീ നിന്റെ ആൾക്കാരെ തന്നെയാണോ അറ്റാക്ക് ചെയ്യുന്നേ? പക്ഷെ അവളാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ അവളുടെ ടീംമേറ്റ്സിനെ അട്ടിച്ച് താഴെയിട്ട് അവന്റെ കാലിലെയും കയ്യിലെയും ഹാൻഡ് കഫ് അഴിക്കും. സാഞ്ചി എത്രയും പെട്ടെന്ന് നീ ഇവിടെ ഓടി രക്ഷപ്പെടും. അതിന് സാഞ്ചി ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ, നീ എന്തിനാ നിന്റെ ആൾക്കാരെ തന്നെ അറ്റാക്ക് ചെയ്തേ, നിനക്ക് ഇഷ്ടമില്ലാതെയാണോ നീ ആ ഡോഫ്ലമിംഗോയുടെ കൂടെ വർക്ക് ചെയ്യണേ? അതിന് അവള് പറയും, ആക്ച്വലി നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പ്ലാനിനെ കുറിച്ചും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. നിന്നെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷെ നിന്റെ മനസ്സിന്റെ നന്മ അത് തിരിച്ചറിഞ്ഞപ്പോ എന്നെ കൊണ്ട് അതിന് കഴിയുന്നില്ല. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ എത്രയും വേഗം ഉള്ള ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോ. സാഞ്ചിക്കാണെങ്കിൽ ടെൻഷൻ ആവും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ഇവിടുന്ന് ഒറ്റയ്ക്ക് പോവില്ല. പോവുകയാണെങ്കിൽ എന്റെ വയലറ്റ് പെണ്ണ് അവളെയും കൊണ്ട് മാത്രമേ ഞാൻ പോവൂ. എനിക്കറിയാം നീ ആ ഡോഫ്ലമിംഗോടെ അണ്ടറിൽ ഒട്ടും ഇഷ്ടമല്ലാതെയാണ് വർക്ക് ചെയ്യണേ. സോ എന്റെ കൂടെ വരണം, എന്റെ ഷിപ്പിൽ നീ സേഫ് ആയിരിക്കുമെന്ന് സാഞ്ചി പറയും. അവളാണെങ്കിൽ കരഞ്ഞ് നടന്ന എല്ലാ സംഭവങ്ങളും അവനോട് പറയും. നിങ്ങൾ ഈ ഡെസറോസയിലേക്ക് വന്നത് മുതൽ ഡോഫ്ലമിംഗോ അവനവന്റെ പ്ലാനിങ് തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ പവർ വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും അവന് കാണിച്ചു കൊടുക്കും. സാഞ്ചിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ദിസ് ഈസ് അൺബിലീവബിൾ, ഇവൻ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിരുന്നോ? ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ആ മാക്ഷൻ കാണിക്കും. ആ പാലസിലാണെങ്കിൽ ജനങ്ങളെല്ലാവരും ശബ്ദം ഉണ്ടാക്കുകയാണ്. കാരണം എല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തിരുന്ന തേർഡ് ബ്ലോക്കിന്റെ ഫൈറ്റ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നമ്മുടെ പയ്യൻ കാലും കൈയൊക്കെ സ്ട്രെച്ച് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അപ്പാപ്പനാണെങ്കിൽ ആളുടെ അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ സ്റ്റൈലായിട്ട് നടന്നു വരികയാണ്. ഇപ്പോ അപ്പാപ്പന്റെ മനസ്സിൽ ആ ഡബിൾ ഫ്രൂട്ട് അല്ല, മറിച്ച് ട്രോഹാറ്റ് പൈററ്റ് ലൂഫിയാണ്. അവനെ എൻ്റെ കയ്യിൽ കിട്ടി, അവനെ എനിക്ക് ഞെരിച്ച് കൊല്ലണം എന്നൊരു ചിന്തയോടുകൂടെ ആള് നടന്നു വരും. അപ്പോൾ വേറെ കുറച്ച് കണ്ടസ്റ്റൻസ് ഇപ്പൊ അപ്പാപ്പനെ നോക്കി കളിയാക്കും. ഈ മുതുക്കനെയൊക്കെയാണോ ഈ ഫൈറ്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്? അതിന് അപ്പാപ്പന്റെ അസിസ്റ്റൻസ് അവര് ദേഷ്യപ്പെട്ട് പറയും, ജീവൻ വേണമെങ്കിൽ മാറി നിന്നോ, അല്ലെങ്കിൽ അപ്പാപ്പന്റെ ഒരൊറ്റ തോണ്ടില് നിങ്ങൾ തെറിച്ചു പോകും. ഇവിടെ ലൂഫി ആണെങ്കിൽ ചുറ്റും നോക്കും. എല്ലാവരുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ കണ്ട് അവനും ആ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണെങ്കിൽ ആ ബുള്ള് അത് ചാടിത്തുള്ളി വരും. ലൂഫി അതിനോട് ചോദിക്കും, നീയും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നതാണോ? അത് അതിന്റെ ഭാഷയിൽ അതേന്ന് പറയും. ലൈറ്റും സൗണ്ട് റേസപ്പ് ആവും. ആ മെയിൻ പ്ലേസിലേക്ക് പോകാനുള്ള ബ്രിഡ്ജ് അതങ്ങനെ ഓപ്പൺ ആവും. മത്സരത്തിൽ പങ്കെടുക്കാനുള്ള മല്ലന്മാര് അവർ ഓരോരുത്തരായിട്ട് ആ ബ്രിഡ്ജിലൂടെ നടന്ന് ഇപ്പോ ആ ഒത്ത നടുവിലേക്ക് വരികയാണ്. ലൂഫിയുടെ കണ്ണില് അവൻ ആ ഡബിൾ ഫ്രൂട്ട് മാത്രമേ കാണൂ. മറ്റൊരു ഭാഗത്ത് ആ റെബേക്ക പെണ്ണ്, അവളുടെ ഉള്ളില് ഒരു ഡോള് അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ കൂടെ ഞാനുണ്ട്, നിനക്കൊന്നും വരില്ല. അവൾ അത് മനസ്സിലാലോചിച്ച് മുമ്പിലേക്ക് നോക്കും. അപ്പോൾ റോസാപ്പൂവിന്റെ എതള് അതങ്ങനെ പൊഴിഞ്ഞ് താഴെ കിടക്കുന്നതായിട്ട് കാണും. അവളാണെങ്കിൽ ആ എതളെടുത്ത് താഴേക്ക് നോക്കും. അപ്പോഴായിരിക്കും ടോയ് സോൾജിയറിനെയും നമ്മുടെ ഫ്രാങ്കിയെയും കാണുക. ടോയ് സോൾജിയർ എന്നവൾ ഒച്ചത്തിൽ വിളിക്കും. അത് കേട്ട് ആ ടോയ് അവനിപ്പോ അവളെ നോക്കി കരയാനായിട്ട് തുടങ്ങും. ടോയ് സോൾജിയർ ആണെങ്കിൽ വമ്പം കലിപ്പില്, ഞാൻ ആ ലിസ്റ്റില് നിന്റെ പേര് കണ്ടിരുന്നു, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന്. ഒരു വാരിയർ ഒരിക്കലും കരയാൻ പാടില്ല, നീ 24 അവേഴ്സും കരച്ചിൽ മാത്രമാണ്, എനിക്ക് നീ ഇതിൽ ജയിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഫ്രാങ്കിയുടെ കൂടെ അവൻ മുൻപോട്ടേക്ക് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഗ്രീൻ ബിറ്റിലെ റോബിനെ കാണിക്കും. അവളുടെ കയ്യിൽ ആ ചെറിയ മനുഷ്യനുണ്ട്. ഉസോപ്പ് ആ ചെറിയ മനുഷ്യനെ കണ്ട് അത്ഭുതപ്പെടുകയാണ്. ദിസ് ഈസ് അൺബിലീവബിൾ, ഇത്രയും ചെറിയ മനുഷ്യര് ഈ ലോകത്തിലുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല എന്നവൻ പറയുന്ന ഗ്യാപ്പില് അവന്റെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ആൾക്കാർ രണ്ടുപേരെ റൗണ്ട് ചെയ്യാണ്. ഉടനെ അവറ്റകളാണെങ്കിൽ 2 ഫ്ലവേഴ്സ് നമ്മുടെ ആൾക്കാരുടെ 2 പേരുടെ മൂക്കിലേക്ക് അട്ടിച്ച് തെറിപ്പിക്കും. അത് അനസ്തേഷ്യ ഫ്ലവർ ആണ്. സ്മെല്ല് ചെയ്ത അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാർ 2 പേരും ബോധം കെട്ട് താഴെ വീഴും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ കുറുകിയ മനുഷ്യര് അവര്
നമ്മുടെ ആൾക്കാരെ തന്നെ നോക്കി അവരുടെ അടുത്തേക്ക് അടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പോ ആ കൊറിയ മനുഷ്യര് അവരെല്ലാവരും ചേർന്ന് സൂചിയും നൂലും ഒക്കെ എടുത്ത് റോബിന്റെ ബോഡിയിൽ എന്തൊക്കെയോ ചെയ്യാണ്. അല്പസമയം കഴിയുമ്പോ അവൾ കണ്ണു തുറക്കും. അവൾ ചുറ്റും നോക്കും. ചുറ്റും ആ കുറുകിയ മനുഷ്യർ മുഴുവൻ അവളെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. അവൾ എഴുന്നേക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴായിരിക്കും അവളത് തിരിച്ചറിയുക. അവറ്റകളെല്ലാം ചേർന്ന് റോബിനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൾക്ക് എഴുന്നേക്കാനാവില്ല. അതിലെ മെയിൻ ഒരുത്തൻ അവളോട് പറയും, അനങ്ങി പോകരുത്, അനങ്ങിയ നിന്നെ ഓൺ ദ സ്പോട്ടിൽ തട്ടിക്കളയും. റോബിനാണെങ്കിൽ കാര്യം മനസ്സിലാവും. അവളിപ്പോ പൂർണ്ണമായിട്ടും പെട്ടിരിക്കുകയാണെന്ന്. അവള് പൂർവാധികം കീഴടങ്ങി അവരോട് വിനയത്തോടുകൂടെ ചോദിക്കും, എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഉസോപ്പ് അവനെവിടെ? അതിനവർ സിമ്പിൾ ആയിട്ട് പറയും, ആ നീണ്ട മുഖന്റെ കാര്യമാണോ നീ ചോദിക്കണേ? അവനെ ഞങ്ങള് കിഡ്നാപ്പ് ചെയ്തു, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ സേഫ് ആണെന്ന് പറയും. റോബിൻ ചുറ്റും നോക്കും. അവള് കണ്ട ആ വലിയ കാട്, അതിനടിയിലാണ് ഈ കൊറിയ മനുഷ്യര് എല്ലാവരും താമസിക്കുന്നത്. അവര് പറയും, ഇതാണ് ലിറ്റിൽ പീപ്പിൾ കിങ്ഡം. ഇവിടേക്ക് നിങ്ങൾ എന്തിനു വന്നു? നിങ്ങൾ ഇതുവരെ ഒരു മനുഷ്യര് പോലും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് എങ്ങനെ ഇത്ര ധൈര്യത്തിൽ ഇവിടേക്ക് വന്നു? ഉടനെ റോബിൻ പിടിച്ചു വെച്ച അവൻ നിലവിളിച്ചു പറയും, ഇവളൊരു കള്ളിയാണ്, ഇവൾക്ക് ഒരുപാട് മാജിക് ഒക്കെ അറിയാം. അവളുടെ ഒരുപാട് കൈകളൊക്കെ ക്രിയേറ്റ് ചെയ്താണ് എന്നെ അതിൽ ക്യാച്ച് ചെയ്തത്. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇവരുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ. റോബിനാണെങ്കിൽ ഒരു സെക്കൻഡ് കണ്ണുകൾ അടച്ച് നടന്നതെല്ലാം ഒന്നുകൂടെ ആലോചിക്കുകയാണ്. ആ ഒരു കൊറിയ മനുഷ്യനെ അവൾ പിടിച്ചതും ഉടനെ അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒരു ഫ്ലവർ സ്മെല്ല് ചെയ്യിപ്പിച്ച് അവരെ ബോധം കെടുത്തിയതും അങ്ങനെ നടന്നതെല്ലാം അവൾ റീകളക്ട് ചെയ്തെടുക്കും. റോബിന് വേണമെങ്കിൽ ഈസി ആയിട്ട് ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ അങ്ങനെ രക്ഷപ്പെട്ട ആയുധങ്ങൾ ഏന്തി നിൽക്കുന്ന ഇവറ്റകൾ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊരു വലിയ യുദ്ധത്തിൽ കലാശിക്കാം. അങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കുമ്പോഴായിരിക്കും ലിയോ എന്ന് പേരുള്ള ആ മെയിൻ ആള്. അവനിപ്പോ അവളോട് ചോദിക്കും, സത്യം പറയ്, നീ ആരാ? നിനക്ക് എന്താ വേണ്ടേ? എന്തിനാ നീ ഇവിടേക്ക് വന്നേ? അതിന് റോബിനാണെങ്കിൽ അവരോട് ബെഗ് ചെയ്യും, പ്ലീസ് എന്നെ വെറുതെ വിട്. ഞാനൊരു ക്യൂരിയോസിറ്റിയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിനെ തൂക്കിയെടുത്തത്. ഞങ്ങൾ ഇവിടേക്ക് വന്നത് നിങ്ങളെ അറ്റാക്ക് ചെയ്യാനോ ശല്യപ്പെടുത്താനോ ഒന്നുമല്ല. വെറും ഒരു ആകാംക്ഷ, അതിന്റെ പേരിലാണ്. ഞാൻ പുറത്തേക്ക് പോയാലും നിങ്ങളുടെ ഈ ഐലാൻഡിനെ കുറിച്ചോ കിങ്ഡത്തെ കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ആരോടും പറയില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവർക്കും സന്തോഷാവും. അവരുടനെ റോബിനെ വിശ്വസിച്ച് അവളെ തച്ചു വെച്ച ആ സ്റ്റിച്ചൊക്കെ ഇപ്പൊ കട്ട് ചെയ്ത് തുടങ്ങുകയാണ്. റോബിനാണെങ്കിൽ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. കാരണം അവളിത് പറഞ്ഞ ഉടൻ തന്നെ അവര് റോബിനെ വിശ്വസിച്ചു. അപ്പൊ വയസ്സായ ഒരു താടിക്കാരൻ ഇപ്പോ റോബിന്റെ നേർക്ക് വരികയാണ്. ആള് പറയും, എന്റെ പേര് ചോച്ചോ, ഞാനാണ് ഈ ഐലാൻഡിന്റെ കിങ്. നിന്നെ പോലെ നല്ല ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. സോ നിനക്ക് ഞങ്ങൾ ഇവിടെ സർവ്വ സ്വാതന്ത്ര്യം തരുകയാണ്. എത്ര കാലം വേണമെങ്കിലും നിനക്ക് ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഉടനെ ഓരോ വീടുകളിലുള്ളവര് അവിടെയുള്ള ഫുഡൊക്കെ ആയിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. അതിനവള് പറയും, അയ്യോ വേണ്ട വേണ്ട, എനിക്ക് അത്യാവശ്യമായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവളുടെ ട്രാൻസ്പോർട്ടേഴ്സ് നെയിലും വാച്ചും കയ്യിലെടുക്കും. സമയം ഓൾമോസ്റ്റ് 3 മണി ആവാനായി. 3 മണിക്കാണ് അവർ പ്ലാൻ ചെയ്ത കാര്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. റോബിൻ പറയുന്നത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന കൊറിയ മനുഷ്യർക്കും ലിയോയ്ക്കും ഒക്കെ ഒരുപാട് ദേഷ്യം തോന്നും. നീ എന്തായി പറയണേ? നിനക്ക് വന്ന ഉടനെ ഇവിടുന്ന് തിരികെ പോണെന്നോ? അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് താ. അതാണ് ഇവിടുത്തെ നിയമം. റോബിനാണെങ്കിൽ അവളുടെ കയ്യിലുള്ള സാധനങ്ങളൊന്നും കൊടുക്കാൻ തയ്യാറാവില്ല. അതിന് ലിയോ അവൻ ദേഷ്യപ്പെട്ട് പറയും, പിടിക്കവളെ, അവളെ ഇനി വിടാൻ പാടില്ല. അവൾ അറ്റാക്ക് ചെയ്ത് അവളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും പിടിച്ചെടുക്ക്. അവർ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോഴായിരിക്കും വേറൊരു ചുന്ദരി പെണ്ണ് അവൾ ഓടി വന്ന് നിലവിളിച്ചു പറയും, നോ, അവളെ ഒന്നും ചെയ്യരുത്, അവള് ഹീറോയുടെ പാർട്ട്ണറാണ്. റോബിന് പിടികിട്ടും അവള് പറയുന്ന ഹീറോ അത് മറ്റാരുമല്ല, സാക്ഷാൽ ഉസോപ്പാണെന്ന്. ആ പെണ്ണ് പറയും, ഒരു കാരണവശാലും ഇവളെ ഒന്നും ചെയ്യാൻ പാടില്ല, ഹീറോ അദ്ദേഹത്തിന്റെ പാർട്ട്ണറാണ് ഇവൾ. ആ നീണ്ട മൂക്കുള്ളവന്റെ പേര് ഹീറോ എന്നാണ്. ആക്ച്വലി നമ്മളെയും നമ്മുടെ കിങ്ഡത്തെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വന്നവനാണ് ആ ഹീറോ. അത് കേട്ട് അവിടെയുള്ളവരെല്ലാവരും ഒരുപാട് സന്തോഷത്തിൽ തുള്ളിച്ചാടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോ ട്രഫാൽഗർ ലോയ്ക്ക് സാഞ്ചിയുടെ കോള് വരും. സാഞ്ചി പറയും, ട്രഫാൽഗർ ലോ, എത്രയും വേഗം അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരണം. ഇതെല്ലാം തന്നെ ആ ടോപ്പ് ഫ്ലെമിംഗോയുടെ ട്രാപ്പ് ആണെന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.